എല്ലാവർക്കും സോളിൻ എന്ന നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ ആനന്ദ്. ഞാൻ അനു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ദിവസേനയുള്ള ഒരു അനുഭവത്തെക്കുറിച്ചാണ്. ഡ്രൈവിംഗ്. പ്രത്യേകിച്ച് കേരളത്തിലെ റോഡുകളിലെ ഡ്രൈവിങ്ങും അതുകൊണ്ടുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളും. അത് വളരെ പ്രസക്തമായൊരു വിഷയമാണ് അനു. രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല മൂഡിലായിരിക്കും. പക്ഷേ ട്രാഫിക്കിലും ഹോണടിയും കണ്ടു കഴിയുമ്പോൾ ആ മൂഡ് എങ്ങോട്ട് പോയെന്ന് ആർക്കും മനസ്സിലാവില്ല. സത്യം. ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ചുറ്റുമുള്ള മനുഷ്യരുടെ മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആനന്ദ്? ഒരു തരം നിസ്സഹായത, ദേഷ്യം, അക്ഷമ എല്ലാം അതിൽ കാണാം. സൈക്കോളജിയിൽ ഇതിനെ കമ്മ്യൂട്ടർ സ്ട്രെസ് എന്നാണ് പറയുന്നത്. ദിവസേനയുള്ള യാത്രാസമ്മർദ്ദം എന്ന് ചുരുക്കം. അതെ, ആ ഹോണടിയുടെ കാര്യം തന്നെ എടുക്കാം. ആവശ്യമില്ലാതെ ഹോണടിക്കുന്നൊരു പ്രവണത. എന്തിനാണ് ആളുകൾ ഇത്ര തിരക്ക്? ഒരു സെക്കൻഡ് നേരത്തെ എത്താൻ വേണ്ടിയാണ് എന്തിനാണ് ഈ ഓട്ടം ഓടുന്നത്? ഒരു പക്ഷേ അതൊരു തരം അധികാരം കാണിക്കാനുള്ള ശ്രമമാവാം ആനന്ദ്. അല്ലെങ്കിൽ അത് മറ്റുള്ളവരെക്കാൾ താൻ മിടുക്കനാണെന്ന് സ്ഥാപിക്കാൻ. ചിലപ്പോൾ സ്വന്തം ജീവിതത്തിലെ സമ്മർദ്ദങ്ങളും റോഡിൽ പ്രകടിപ്പിക്കുന്നതുമാവാം. റോഡ് റേജ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇങ്ങനെ തുടങ്ങുന്നത്. ചെറിയ പ്രകോപനങ്ങൾ പോലും ആളുകളിൽ വലിയ വഴക്കുകളിലേക്ക് പോകുന്നത് കാണാം. ശരിയാണ്. ഇന്നലെ ഞാൻ ഒരു സംഭവം കണ്ടു. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറും ഒരു കാർ ഡ്രൈവറും തമ്മിൽ ചെറിയൊരു ഉരസൽ. പക്ഷേ സംസാരം കേട്ടാൽ തോന്നും വലിയ എന്തോ പ്രശ്നമാണെന്ന്. നമ്മൾ എന്താ ഈ റോഡിൽ ഇങ്ങനെ പെരുമാറുന്നത്? അതിന് പല കാരണങ്ങളുണ്ടാവാം. നമ്മുടെ റോഡുകളുടെ അവസ്ഥ ഒരു പ്രധാന കാരണമല്ലേ? ഇടുങ്ങിയ റോഡുകൾ, കുഴികൾ, അശാസ്ത്രീയമായ പാർക്കിംഗ്, ഇതൊക്കെ ഡ്രൈവിങ്ങിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പിന്നെ വാഹനങ്ങളുടെ എണ്ണക്കൂടുതലും. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ നമ്മുടെ ക്ഷമയുടെ കെട്ടുപൊട്ടാൻ എളുപ്പമാണ്. ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോൾ ഒരു തരം നിസ്സഹായ അവസ്ഥ തോന്നും. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ആ സമയത്ത് ഉള്ളിലുള്ള ദേഷ്യം മുഴുവൻ മറ്റുള്ളവരിലേക്ക് തിരിച്ചുവിടും. ചിലപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത പിന്നിലുള്ളവനോടായിരിക്കും ദേഷ്യം തീർക്കുന്നത്. ആ നിസ്സഹായത തന്നെയാണ് പലപ്പോഴും ദേഷ്യമായി മാറുന്നത്. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ നമുക്ക് അസ്വസ്ഥത തോന്നാം. റോഡിൽ നമുക്ക് ചുറ്റുമുള്ള ഡ്രൈവർമാരുടെ പെരുമാറ്റം പലപ്പോഴും പ്രവചനാതീതമാണ്. സിഗ്നൽ തെറ്റിച്ചു പോകുന്നത്, അമിത വേഗത, പെട്ടെന്നുള്ള ബ്രേക്കിംഗ്, ഇതൊക്കെ മറ്റുള്ളവരിൽ പരിഭ്രാന്തിയും ദേഷ്യവും ഉണ്ടാക്കും. അതേപോലെ ഈ ഹോണടിക്കാതെ പോവുക, സൈഡ് കൊടുക്കാതെ പിടിച്ചു നിർത്തുക, ഇതൊക്കെ ഒരുതരം ഞാൻ വലുതാണ് എന്ന മനോഭാവത്തിൽ നിന്നുള്ളതല്ലേ? അങ്ങനെയും പറയാം. ഒരു തരം വ്യക്തിഗത അതിർത്തി ലംഘനം പോലെയാണിത്. നമ്മൾ ഓരോരുത്തർക്കും ഒരു സ്വകാര്യ ഇടം ആവശ്യമാണ്. വണ്ടി ഓടിക്കുമ്പോഴും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ റോഡുകൾ ആ അതിർത്തി ലംഘിക്കപ്പെടുന്നു. തൊട്ടു പിന്നിൽ വന്ന് ഹോൺ അടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇടമില്ലാത്തപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതൊരു തരം മാനസികമായ ആക്രമണം പോലെ തോന്നാം. ഈ സ്ട്രെസ്സ് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? തലവേദന, ഉറക്കമില്ലായ്മ, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും ആനന്ദ്. ദീർഘനേരം ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുന്നത് രക്തസമ്മർദ്ദം കൂടാൻ സാധ്യതയുണ്ട്. കൂടാതെ തുടർച്ചയായ സമ്മർദ്ദം ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും കാരണമാകാം. മാനസിക പിരിമുറുക്കം ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കും. ദഹന പ്രശ്നങ്ങളും പേശിവേദനയും ഒക്കെ ഇതിൻ്റെ ഭാഗമായി വരാം. അപ്പോൾ ഇതിനൊരു പരിഹാരമുണ്ടോ? എങ്ങനെയാണ് ഈ റോഡ് സ്ട്രെസ്സിനെ നേരിടാൻ കഴിയുക? ഉണ്ട്. പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും കുറയ്ക്കാൻ വഴികളുണ്ട്. ഒന്നാമതായി, യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ട്രാഫിക് വിവരങ്ങൾ ശ്രദ്ധിക്കുക. നേരത്തെ ഇറങ്ങുക. തിരക്കുള്ള സമയങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. രണ്ടാമതായി, ഡ്രൈവിങ്ങിനിടയിൽ ചെറിയ മൈൻഡ്ഫുൾനെസ് ടെക്നിക്കുകൾ ഉപയോഗിക്കാം. മൈൻഡ്ഫുൾനെസ്സോ? അത് ഡ്രൈവിങ്ങിനിടയിലോ? അതെങ്ങനെയാ? അതെ. ഉദാഹരണത്തിന്, റെഡ് ലൈറ്റിൽ നിൽക്കുമ്പോൾ ദീർഘമായി ശ്വാസമെടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുക. അതൊരു തരം മൈൻഡ്ഫുൾനെസ് ടെക്നിക്കാണ്. ചുറ്റും നടക്കുന്നതിനെ നിരീക്ഷിക്കുക, പക്ഷേ അതിൽ ഇടപെടാതെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ ഹോൺ കേൾക്കുമ്പോൾ അത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യമാണെന്ന് മനസ്സിലാക്കി വിട്ടുകളയുക.
ശാന്തമായ പാട്ടുകൾ കേൾക്കുന്നതും നല്ലതാണ്. ദേഷ്യം വരുന്ന സാഹചര്യങ്ങൾ ഒരു നിമിഷം കണ്ണടച്ച് ശ്വാസമെടുത്തു വിടുന്നത് മാറ്റം വരുത്തുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് കരുതി നിങ്ങൾ ഗ്രീൻ സിഗ്നൽ സമയത്ത് ഇത് ചെയ്യരുതേ. റെഡ് സിഗ്നലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ മൈൻഡ്ഫുൾനെസ് ടെക്നിക് നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ്. അതൊരു നല്ല ആശയമാണ്. പിന്നെ റോഡിൽ എല്ലാവർക്കും തെറ്റ് പറ്റാമെന്ന ചിന്തയും പ്രധാനമാണെന്ന് തോന്നുന്നു. ഒരു തെറ്റ് കണ്ടാൽ ഉടനെ പ്രതികരിക്കാതെ ക്ഷമയോടെ കാത്തിരിക്കുന്നതാണ് നല്ലത്. തീർച്ചയായും ആനന്ദ്, സഹാനുഭൂതിയോടെ മറ്റുള്ളവരെ കാണാൻ ശ്രമിക്കുക. ഓരോ ഡ്രൈവർക്കും അവരുടേതായ തിരക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാവാം. നമ്മളും ചിലപ്പോൾ അറിയാതെ തെറ്റുകൾ ചെയ്യാറുണ്ട്. ലൈവ് ആൻഡ് ലെറ്റ് ലീവ് എന്നൊരു മനോഭാവം റോഡിലും നല്ലതാണ്. പിന്നെ നമ്മളൊരു യാത്ര തുടങ്ങുമ്പോൾ എന്തിനാണ് ഈ യാത്ര, എവിടെയാണ് എത്തേണ്ടത്, ഈ യാത്ര എനിക്ക് സന്തോഷത്തിന് വേണ്ടിയാണോ എന്നൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. ലക്ഷ്യത്തിൽ എത്തുക എന്ന് മാത്രമല്ല, ആ യാത്ര ആസ്വദിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ശീലങ്ങൾ നമ്മുടെ മാനസികാവസ്ഥയെയും ചുറ്റുമുള്ളവരുടെ മാനസികാവസ്ഥയെയും സ്വാധീനിക്കുമെന്ന് ചുരുക്കം. അതെ, നമ്മൾ ഓരോരുത്തരും റോഡിലെ ഒരു കണ്ണിയാണ്. ഒരു കണ്ണിക്ക് പ്രശ്നമുണ്ടായാൽ അത് മുഴുവൻ ശൃംഖലയും ബാധിക്കും. അതുകൊണ്ട് ശാന്തമായും സുരക്ഷിതമായും ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്കും മറ്റുള്ളവർക്കും നല്ലതാണ്. വളരെ നല്ല ഉൾക്കാഴ്ചയാണ് അനു. ഈ ചർച്ച പലർക്കും ഒരു കണ്ണു തുറപ്പിക്കൽ ആയിരിക്കണമെന്ന് ഞാൻ കരുതുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ റോഡ് യാത്രകൾ കുറച്ചുകൂടി സന്തോഷകരമാക്കാൻ ശ്രമിക്കാം. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ദിവസേന അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സാണ് ഈ റോഡ് ട്രാഫിക് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളെ നിങ്ങൾ ഡീൽ ചെയ്യുന്നതെന്ന് കൂടി നമ്മളുടെ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മറ്റുള്ളവർക്കും അത് ഉപകാരമാകും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും സുരക്ഷിതമായ ഡ്രൈവിംഗ് നേരുന്നു. നന്ദി.